ഞാൻ ചോദിച്ചു, ഈ പറയപ്പെടുന്ന പോലെ യഹോവയും യേശു ഒന്നാണെങ്കിൽ യഹോവ ചെയ്ത ഈ കാര്യങ്ങളൊക്കെ തന്നെ യേശു ചെയ്തു എന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, ഇതിന് ഞാൻ മറുപടി പറയണമെങ്കിൽ എനിക്ക് ആദ്യം അറിയേണ്ടത് പഴയ നിയമം ആധികാരികമാണോ, പുതിയ നിയമം ആധികാരികമാണോ, ഇത് മുഹമ്മദ് ഈസ അംഗീകരിക്കുന്നുണ്ടോ, അത് തിരുത്തപ്പെട്ടിട്ടുണ്ടോ, തിരുത്തിയെങ്കിൽ അത് എത്ര ഭാഗം തിരുത്തി, എൻ്റെ ചോദ്യം എവിടെ കിടക്കുന്നു, നമ്മുടെ പാസ്റ്റ് അനിൽക്കൊടുത്തോട്ടെ സൃഷ്ടിച്ച ഈ കണ്ടീഷൻ അല്ലെങ്കിൽ ഈ കണ്ടം എവിടെ കിടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ അദ്ദേഹവുമായിട്ടൊരു ചർച്ചയിൽ ഏർപ്പെട്ടാൽ അദ്ദേഹത്തിന് ഈ കണ്ടങ്ങളിലൂടെ എല്ലാം ഓടി നടക്കാം. എത്ര ടോപ്പിക്കുകൾ കിട്ടി ഈ നിസ്സാര ചോദ്യത്തിന്, ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി പറയാതെ ഈ സംവാദത്തിന്റെ ആദ്യത്തെ അരമണിക്കൂറും രണ്ടാമത്തെ 20 മിനിറ്റും പിന്നെ എല്ലാ സമയം ഓടി നടക്കാൻ മാത്രമുള്ള ധാരാളം കണ്ടങ്ങൾ ഇവിടെ അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പഴയ നിയമം എന്താണെന്ന് പറയണം, പുതിയ നിയമം എന്താണെന്ന് പറയണം, തിരുത്തിയത് പറയണം, തിരുത്തപ്പെടാത്തത് കൊടുക്കണം, തിരുത്തിയ ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കണം. ഇതൊക്കെ താങ്കൾ വേറെ ചോദ്യമായിട്ട് ചോദിച്ചോളൂ. പക്ഷെ പാസ്റ്റർ അനിൽ ഇതെല്ലാം കൂടി ഇവിടേക്ക് കൊണ്ടുവരുന്ന കാര്യം എന്താ? കാരണം ഈ രണ്ടാമത്തെ ചോദ്യത്തിന് പാസ്റ്റർ അനിൽ മറുപടി പറഞ്ഞു പോയാൽ യഹോവയും യേശു ഒന്നായതുകൊണ്ട് യഹോവ ചെയ്തതൊക്കെ യേശു ചെയ്തു, അതുകൊണ്ട് യേശു കൊല്ലിച്ചു, യേശു കൊള്ള മുതൽ പിടിച്ചു, യേശു പുരുഷന്മാരെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ചീട്ട് കീറും. അപ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാതെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അവസാന ഏറ്റവും എക്സ്ട്രീമിലുള്ള ഒരു പൊസിഷനിൽ നിന്നിട്ടാണ് അദ്ദേഹം പൊരുതുന്നത്. അദ്ദേഹത്തിന്റെ ആ പ്രയാസം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, അവിടെ തന്നെ നിന്നോ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല, ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് ഞാൻ പോയതാണ്. അതുകൊണ്ട് പാസ്റ്റർ അനിൽ വീണ്ടും വീണ്ടും എന്നെ വന്ന് വിളിക്കരുത്.